എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ ട്രിവാൻഡ്രം ലുലുമോളാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങോട്ട് വരാം. സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഇപ്പോൾ പാർക്കിംഗ് ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് പാർക്കിംഗ് കിട്ടി. മാത്രമല്ല ഇന്നിവിടെ ഒരു ഫാഷൻ വീക്കാണ്. ഫാഷൻ വീക്കിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. 15 to 18 വരെ ഒരു ഫാഷൻ വീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാഷൻ ഷോ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ കൂടിയാണ് കേട്ടോ. മാത്രമല്ല സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കാണ്. എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാനൊരു ഏകദേശം ഒരു 2.5 വർഷം ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് പോകുമ്പോഴത്തേക്കും ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെയും കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് നമ്മുടെ എൻട്രൻസ് കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ മുകളിലോട്ട് എൻ്റർ ചെയ്യുന്നത്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. എനിക്ക് ആക്ച്വലി ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടേ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമ്മൾ അല്ലാതെ നമ്മൾ വെറുതെ കാണാൻ വരുന്നത് പോലെയല്ല, അതായത് ഒരു ടൂറിസ്റ്റ് ആയിട്ട് വരുന്നത് പോലെ അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് പോലെ അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. അത് ഇവിടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം. ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ എപ്പോഴും ഇവിടെ തിരക്കും കാര്യങ്ങളും ഇല്ല കേട്ടോ. സാറ്റർഡേ സൺഡേസ് ആണ് കൂടുതൽ തിരക്ക് വരുന്നത്. അപ്പോൾ അതും ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ നാളെ ഇപ്പോൾ മൺഡേ ആണ്. നാളെ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ശ്മശാന മൂകതയായിരിക്കും. കാരണം ഇവിടെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ഭയങ്കര തിരക്കാണ്. നമുക്ക് എന്തായാലും കാണാം കേട്ടോ. ഇവിടെ ലൈനുണ്ട് കേട്ടോ. ലൈനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഡെസ്കിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ പുള്ളിക്കാരിയോടെ ഉണ്ട്. പക്ഷേ നമുക്ക് വീഡിയോയിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല. അവരുടെ വർക്കിനെ അത് ബാധിക്കും. വോയിസ് ക്ലിയർ ആണോന്ന് അറിയില്ല, നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഇവിടെ എന്തായാലും പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. പ്രോഗ്രാം എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്തത് മിയയിലാണ് കേട്ടോ. നമ്മുടെ മെയിൻ ഏട്രിയത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് മിയ ബൈ തനിഷ്ക് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 2.5 വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇതുപോലെ പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്കും പുറത്തുനിന്ന് കാണാൻ വരുന്നവർക്ക് ഭയങ്കര രസമാണ്. നല്ല പ്രോഗ്രാം ഉണ്ട്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഭയങ്കര നോയ്സാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പുകൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ നോയ്സ് കാരണം. നമുക്കിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം കേട്ടോ. ഞാനിപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ്. ഇവിടെ വന്നിട്ട് കുറെ ഓർമ്മകൾ അയവിറക്കാനുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മുടെ ഡെയിലി സ്പോട്ടാണ്, സ്ഥിരം സ്പോട്ടാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ചായ കുടിക്കാറ്. ഇവിടെയാണ് ഇരിക്കാറ്, എപ്പോഴും ഇവിടെയാണ് ഇരിക്കാറ്. ഈ ഒരു സ്പോട്ട് നമ്മുടെ ഹൗസ് ഓഫ് ക്യാൻറ്റീൻ അതുപോലെ ഫലൂഡ നാഷൻ്റെ ഒക്കെ തൊട്ടടുത്താണ് ഇരിക്കാറ്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ചായയും അല്ലെങ്കിൽ ലഞ്ചും ഒക്കെ കഴിക്കുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മടുപ്പായിരിക്കും. അപ്പോൾ ആ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്ക് ഒരു 1 വീക്ക് മുന്നെയാണ് പിന്നെ ഞാൻ പിന്നെയും വന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു പരിസരത്തേ വന്നിട്ടില്ല. മാത്രമല്ല ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് പണ്ടിയൂർ എത്തിയിട്ടുണ്ടേ.
ഒരുപാട് കാലത്തിന് ശേഷമാണ് ഫണ്ട് ഹീറോയിലോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ്. നമുക്ക് ഇവിടുന്ന് കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർഡ് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റൈഡിലും കാര്യങ്ങളിലും ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോകാം, എൻജോയ് ചെയ്യാം. നമുക്ക് എന്തായാലും ഫണ്ട് ഹീറോയിലെ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഫണ്ട് ഹീറോയിൽ കയറുന്ന സമയത്ത് ഈ ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. ടോയ് ക്യൂബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു സാധനമുണ്ട്, ചെയ്ത് കണ്ടോ. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമുക്ക് പാവയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു സംഭവമാണിത്. കുറെ പുതിയ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ വന്നിട്ട് തകർക്കുക. എന്തായാലും ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ പൈസ പൊട്ടുന്ന വഴി അറിയില്ല. കാരണം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കാർഡ് മേടിക്കണം, കാർഡ് ചാർജ് ചെയ്യണം, എന്നാലും നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. കളിച്ച് കിട്ടുന്ന ടിക്കറ്റ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗിഫ്റ്റ് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് പരിപാടി, റിഡംഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കളിച്ച് കിട്ടുന്ന ടിക്കറ്റ്സ് ഇവിടെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ അതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാർഡും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ചേട്ടാ സ്ഥലം എവിടെയാ? വ്ലോഗ് ചെയ്യണോ? ആ, സ്ഥലം എവിടെയാ? ട്രിവാൻഡ്രം തന്നെ. ട്രിവാൻഡ്രം തന്നെയാണ്. കിളിമാനൂരാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എൻറ്റയർ മോള് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കോർട്ടും അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ ഫസ്റ്റ് ഫ്ലോറും എല്ലാം കാണാൻ പറ്റും. ഏറ്റവും ടോപ്പ് വ്യൂ ആണ് ഞാൻ കാണിച്ചു തരാം. അതുപോലെ വേറൊരു സംഭവമാണ് ഈ റോൾ ഗ്ലൈഡർ എന്ന് പറയുന്ന സാധനം. ഈ റോൾ ഗ്ലൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് കോർട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ കൂടെ ഒരു സാധനം പോകും അല്ലേ, ഇരുന്നിട്ട് ഇങ്ങനെ കമ്പി കൂടെ ഒരു സാധനം ഇങ്ങനെ പോകും. അതാണ് ഈ റോൾ ഗ്ലൈഡർ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് നല്ലൊരു ഫണ്ണായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പാരഗണിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ പാരഗൺ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇറങ്ങുന്നതിൻ്റെ ആ ഒരു ടൈം ആയപ്പോഴാണ് പാരഗൺ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പാരഗണിലെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം ഞാൻ ഇടയ്ക്ക് ലഞ്ചിന് ഇവിടുന്ന് ബിരിയാണി മേടിച്ച് കഴിക്കും കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്, നല്ല ഡേറ്റ്സിൻ്റെ അച്ചാറൊക്കെ കിട്ടും. ഇപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത്. ഇവിടെ PVR വരുന്നുണ്ട്. ഇവിടുത്തെ PVR ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ സ്ക്രീൻസ് ഉള്ള PVR ആണ് ഇവിടെ നമ്മുടെ മോളിലെന്ന് പറയുന്നത്. PVR. ഹായ്, ഇത് സാന്ദ്ര, നമ്മുടെ ഫ്രണ്ടാണ്. ഇവിടെ SBI ക്രെഡിറ്റ് കാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. യെസ്, ഒരു ഹായ് പറഞ്ഞു. ബൈ ഹായ് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു. ഓക്കെ, നമുക്ക് കാണാം. ഞാൻ വർക്ക് ചെയ്ത സ്ഥലമെത്തി, നിയ ബൈ തനീഷ്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നേരത്തെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആരെ അങ്ങനെ കാണാൻ പറ്റിയില്ല. നമുക്കിപ്പോൾ എല്ലാവരും കാണാൻ കേട്ടോ. ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരും. ഇതാണ് ഞാൻ വർക്ക് ചെയ്ത സ്ഥലം. ഇതാണ് പൂജപേട്ടി. അപ്പോൾ ബേട്ടിയും ഞാനുമാണ് ആദ്യം ഈ സ്റ്റോറിൽ കയറുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ തനിഷ്കിൽ വർക്ക് ചെയ്യുന്നതാണ് ചേട്ടൻ. അത് പൂജപേട്ടി. ഞാനിപ്പോൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നൈറ്റിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു വൈബ്, അതായത് പുറത്തെ വൈബ് ഞാനൊന്ന് കാണിച്ചു തരാം.
ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും റിട്ടേൺ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്കിവിടെ ജസ്റ്റ് നിങ്ങളെ ഈ ഒരു വൈബ് കാണിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പിന്നെ ഷോപ്പിൽ ഒരുപാട് അങ്ങനെ കയറി എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കൂടുതൽ അങ്ങനെ ഓരോ സ്ഥലത്തോട്ടും അങ്ങനെ പോയി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഓവറോൾ ഒരു വൈബ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ അകത്തോട്ട് കയറി കാണാനും മാത്രം അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് കടകളും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല ഇന്ന് ഒരുപാട് തിരക്കാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ആ ഒരു തിരക്കിനിടയില്ലേ നമുക്കത് അവർക്ക് കസ്റ്റമേഴ്സിനൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും നമ്മുടെ ക്യാമറയായിട്ടൊക്കെ ചെല്ലുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഓവറോൾ ഒരു വൈബ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരെ പാർക്കിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.